വിവാഹം പ്രണയവിവാഹമായിരുന്നല്ലേ? 101 ക്യാരറ്റ്. എങ്ങനെയായിരുന്നു? പ്രണയത്തെ നമുക്ക് നിർവചിക്കാനാവാതെ പോകുന്നതിൻ്റെ ഒരു സംഗതിയാണ് എൻ്റെ പ്രണയം എന്താണ് എന്ന് ചോദിച്ചാലുള്ളൂ. ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ കഴിഞ്ഞ 23 വർഷമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പങ്കാളി, എൻ്റെ ഭാര്യ ആശ. അത് എനിക്ക് തോന്നുന്നു ശ്രീകുമാർ ഏട്ടൻ ഉൾപ്പെടെ നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഈ പരിപാടി ഇപ്പോൾ നമ്മുടെ പറയാം നേടാം പണം നേടാം പരിപാടി കാണുന്ന മലയാളികൾക്ക് ആരും വിശ്വസിക്കില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മാത്രമാണ് ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ജോലി ചെയ്തിരിക്കുന്നത്. 3 മാസം ഒരുമിച്ചെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മാതൃഭൂമിയിൽ. അദ്ദേഹം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു, റിപ്പോർട്ടറായി. അദ്ദേഹം അവിടെ ഇന്റേൺഷിപ്പിന് വരുന്നു. അത് വെറും ഒരു ചെറിയൊരു കാലഘട്ടത്തിലേക്ക്, അതൊരു 2-3 മാസം, 90 ദിവസം. അതെ, അബ്സല്യൂട്ട്ലി യെസ്. മിഷൻ 90 days. അതിനുശേഷം ഞാൻ ട്രാൻസ്ഫർ ആയി കാലിക്കറ്റിലേക്ക് പോകുന്നു. പിന്നീട് അകലങ്ങളിൽ ഇരുന്നാണ് പ്രണയം. കത്ത്, അന്ന് മൊബൈൽ ഫോൺ വരണേ ഉള്ളൂ. ഇത്രയും വലിയ മൊബൈൽ ഫോണാ. അതെ, മാത്രമല്ല ഒരു വിളിക്ക് 18 അതായിരുന്നു ആ കാലം. അപ്പൊ അതും കുറവാ. STD ബൂത്തിൽ കയറിയ കുറച്ചും തട്ടും. ഞാൻ വിളിക്കട്ടെ ചേട്ടൻ കുറെ നേരം ആയല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലിക്കറ്റിൽ എത്രയോ STD ബൂത്തുകൾ. പാളയത്തെ STD ബൂത്ത്, മിഠായി തെരുവിലെ STD ബൂത്ത്, സ്ഥിരം ഡ്യൂട്ടി കഴിഞ്ഞ് മാതൃഭൂമി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടി ഭാര്യയെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവാൻ, രണ്ടുപേർ തമ്മിൽ പരസ്പരം അറിയാൻ, രണ്ടുപേർ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കാൻ, ഒരു പങ്കാളിത്തം ആരംഭിക്കാൻ, ഒരുമിച്ച് വർഷങ്ങൾ നടക്കണമെന്നോ ഒരുമിച്ച് വർഷങ്ങൾ ജോലി ചെയ്യണമെന്നോ ഒന്നും വേണ്ട. ചിലപ്പോൾ ഒരു കുറച്ച് സമയം മാത്രം സ്പാർക്ക് മതി. അപ്പം അവിടെയാണ് പ്രണയം കത്തുന്നത്, പ്രണയം പൊട്ടിമുളയ്ക്കുന്നത്, പ്രണയം വിടരുന്നത് ഏതോ ഒരു ചെറിയ നിമിഷത്തിലാണ്. അങ്ങനെ സംഭവിച്ചതാണ് എൻ്റെ പ്രണയം എന്ന് ഞാൻ പറയും. ഏതോ ഒരു നിമിഷം. കാരണം ഞാൻ വളരെ എന്താ പറയുക, ഒരു സ്വാഭാവികമായൊരു ഇന്റേൺഷിപ്പിന് വരുന്ന ഒരു ഓഫീസിൽ, അതിപ്പം ഏത് ഓഫീസായാലും ഒരു ട്രെയിനി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അവിടുത്തെ സ്ഥിരം ആളുകൾ, ആസ്ഥാന ഗായകർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആസ്ഥാന ഗായകരും വരുമ്പോൾ ഈ പേപ്പർ എടുത്ത് അങ്ങോട്ട് വെക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് സൂചി എടുക്ക്, ഈ പേപ്പർ വൈറ്റ് എടുത്ത് അങ്ങോട്ട് വെക്ക്, ആ പേപ്പർ ഫയലിംഗ് എടുക്ക്, ഇതാണല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാൾ പരമാവധി എവിടെ ഇപ്പൊ നിൽക്കുന്ന തേവര, എങ്ങനൊരു കാര്യം ചെയ്യൂ, വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകും. വെല്ലിംഗ്ടൺ ഐലൻഡിൽ പാവം നടന്ന് വിഷമിച്ച് വെയിലത്ത് ചെല്ലുമ്പോൾ അവിടെ എത്തിയോ, ഫോട്ടോ വെച്ചിക്ക് വിട്ടോ, ഇങ്ങനെയൊക്കെ അസൈൻമെന്റ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ ആയിട്ടും ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ ഇയാളെ എൻ്റെ ഭാര്യയാക്കിയാൽ തരക്കേടില്ല, ഇയാളെ ഞാൻ ഭാര്യയാക്കിയാൽ അത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയണല്ലോ, ഇയാളാണ് എൻ്റെ ഭാര്യ. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരു ആവണി തെന്നലായി. അങ്ങനെയാണ് ഷൈജു വിവാഹിതനാവുന്നത്. തീർച്ചയായിട്ടും.